നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രമ്യമോള് താല്പര്യത്തോടെ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കൊന്ന് നോക്കിക്കൂടെ മോനെ? അമ്മേ അത് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഞാനേ നിനക്ക് കഴിക്കാൻ എടുക്കാം. ജോലി കൊണ്ട് വരട്ടടാ, മറുപടി ഞാൻ അവളോട് പറഞ്ഞോളാം. ദ്രോഹിച്ച മതിയായില്ലേ നിനക്ക്? ദേ തല്ലിയത് പോരാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നേ. ഞാൻ സോറി പറയാൻ ആർക്ക് വേണം നിന്റെ സോറി? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ക്ഷമ ചോദിച്ചാ മതിയല്ലോ. ദേ മേലെ ഇനി ഇങ്ങോട്ട് വിളിച്ചു പോരുത്. നീയുമായിട്ടും നിന്റെ ഫാമിലി ആയിട്ടുള്ള സകല ബന്ധവും രാജു ഇന്നത്തോടെ അവസാനിപ്പിച്ചിരിക്കുക. നാളെ മുതല് രാജു അവിടെ ജോലിക്ക് വരില്ല. രാജുവിന് വേറെ ജോലി കിട്ടി. ഹലോ, എന്തു പറഞ്ഞു ചേച്ചി? രാജു അല്ല ഫോൺ എടുത്തത്. എടുത്ത ആള് പറഞ്ഞത് അത് രാജു ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കുന്നതല്ല. ഇനി അതോ രാജുവിന് നേരിട്ട് പറയാൻ മടിയുള്ളത് കൊണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ പറയിച്ചതാണോ? രാജു ഇനി ജോലിക്ക് വരില്ലത്ര. രാജു ഈ ജോലി ഉപേക്ഷിച്ച അതിന്റെ കാരണക്കാരിയായ എന്നോട് അച്ഛന് നല്ല ദേഷ്യം തോന്നും. വീണ്ടും പ്രശ്നം വഷളാവും. അച്ഛൻ സത്യാവസ്ഥ തിരക്കി ഇറങ്ങിയ ഞാനാണ് രാജുവിനെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് മനസ്സിലാവും. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ എങ്ങനെയോ അറിഞ്ഞ എനിക്ക് പിന്നെ ഈ വീട്ടില് ജീവിക്കാൻ പറ്റില്ല. അപ്പോ എല്ലാരും കൂടി എന്നെ പുറത്താക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് ആ ദീപ് കൊച്ചൊരുത്തന. വിഷമാണവൻ, കൊടും വിഷം. അവനെ കുടുംബം നശിപ്പിക്കും. എടാ, നീ എന്തായി ചെയ്തത്? ഇത് നിന്റെ വീടല്ല തോന്നിയാസം കാണിക്കാൻ. മനസ്സിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ആ രാജുവിന്റെ അച്ഛൻ, അയാളുടെ മുന്നിൽ എനിക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നില്ലേ? അയാൾ ആരാ? വെറും ഒരു ജോലിക്കാരൻ. അയാളോട് ഞാനിത് എങ്ങനെ സഹിക്കും അമ്മേ? സഹിക്കണം, സഹിച്ചേ പറ്റൂ മോനെ. ജീവിതം എന്ന് പറയുന്നതേ സുഖവും ദുഃഖവും ഒക്കെ ചേർന്നതാ. രണ്ടും മാറി മാറി വരും. അതിനെ സമചിത്തതയോടെ നേരിടാൻ പഠിക്കണം. അവരെ ജീവിതത്തിൽ വിജയിക്കൂ. എന്നാലും എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നില്ലേ? അത് നന്നായെന്ന് വിചാരിക്കേ. എടാ, അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്നറിയോ? പ്രതാപന്റെ മനസ്സിലേക്ക് നിനക്ക് കേറാൻ പറ്റിയില്ലേ? നീ നല്ലവനാണെന്ന് അമ്മ അവന് മനസ്സിലായി. അതുകൊണ്ട് എനിക്കെന്താ അമ്മേ ഗുണം? അമ്മാന്റെ മനസ്സിൽ ആ രാജു മാത്രമേ ഉള്ളൂ. അതിപ്പോ അതൊക്കെ പതുക്കെ മാറും. രാജുവിനെ പുറത്താക്കിയാലും സ്വന്തം രാഷ്ട്രീയ ജീവിതവും സ്വത്തും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിശ്വസ്തൻ വേറെ ഉണ്ടെന്ന് കണ്ട ആ നിമിഷം പ്രതാപൻ മാറി ചിന്തിക്കും. അങ്ങനൊരു വിശ്വസ്തൻ ഇല്ലല്ലോ. ഉണ്ടല്ലോ. എടാ, അതാ നീ. ഇപ്പൊ നിനക്കാ പദവിയില്ല. പതുക്കെ പതുക്കെ നീ ആ സ്ഥാനത്തെത്തണം. എപ്പോഴും പ്രതാപന്റെ കൺവെട്ടത്തെ തന്നെ നീ കാണണം. അമ്മാവൻ എന്തു പറഞ്ഞാലും വിനയത്തോടെ മറുത്തൊന്നും പറയാതെ നീ അതനുസരിക്കണം. ക്രമേണ രാജു ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ വരും. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മളെ രാജുവിനെ വെട്ടും. അപ്പൊ അവൻ പുറത്താവും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
ജീവിതം എന്ന് പറയുന്നതേ ഒരു ചതുരംഗ കളിയാണ്. എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് മറുതന്ത്രം ഒരുക്കുന്നവനെ അതിൽ വിജയിക്കൂ. നീ രാജുവിനെ ജയിക്കണം. എന്നിട്ട് പ്രതാപന്റെ പകരക്കാരനാവണം. അവളുണ്ടല്ലോ ആ ഋതിക, അവളെ നീ കല്യാണം കഴിക്കുകയും വേണം. നിന്റെ മുറപ്പെണ്ണ അവള്, നിനക്ക് അവകാശപ്പെട്ടവൾ. അമ്മയുടെ മനസ്സില് പല പദ്ധതികളും ഉണ്ട്. അത് നീ വേണം സാധിച്ചു തരാൻ. അമ്മ പേടിക്കണ്ട, അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഈ ഞാൻ നടത്തി തരും. മിടുക്കൻ. സ്വിച്ച് ഓഫ്. മാഡത്തിന്റെ കോളായിരുന്നല്ലോ. രാവിലെ തന്നെ ചെറുപ്പാവാനുള്ള ശ്രമത്തിലാണല്ലോ. അതിനെനിക്ക് പ്രായമായി ആരാ പറഞ്ഞേ? ഞാൻ എപ്പോഴും പഴയ വേണു തന്നെയാ. ചായ. രാജു എഴുന്നേറ്റില്ലേ? ഇല്ല, ഉറക്ക. കിടക്കട്ടെ, നല്ല ക്ഷീണം കാണും. ആ, നീ എഴുന്നേറ്റോ? വേദന എങ്ങനെയുണ്ട് മോനെ? കുറവുണ്ട്. അയ്യോ, പനിയുണ്ടല്ലോ. ഇനി ഇന്ന് നീ ജോലിക്കൊന്നും പോണ്ട. മരുന്ന് കഴിച്ചേ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിലും ആ വീട്ടിലേക്ക് ഇനി ഇവൻ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവനുള്ള ജോലി ശരിയാക്കാൻ വാക്ക് തന്നിരിക്കയല്ലേ. ആര്? രമ്യ. എന്ത് ജോലിയാ അവള് ഇവന് തയ്യാറാക്കി കൊടുക്കണത്? പരിശോധിക്കില്ല. നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാന്നാ എന്നോട് പറഞ്ഞത്. ശമ്പളം? ആ ശമ്പളത്തിനുള്ള കാശ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്ന് അറിയോ അമ്മയ്ക്ക്? രമ്യമോള് താല്പര്യത്തോടെ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കൊന്ന് നോക്കിക്കൂടെ മോനെ? അമ്മേ, അത് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഞാനേ നിനക്ക് കഴിക്കാൻ എടുക്കാം. ജോലി കൊണ്ട് വരട്ടടാ. മറുപടി ഞാൻ അവളോട് പറഞ്ഞോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.